നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന CMRL അടക്കമുള്ള 8 സ്ഥാപനങ്ങളിലേക്കും SFIO അന്വേഷണം. ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത്. നിർണായക മൊഴികൾ ഇവരിൽ നിന്നും കിട്ടിയെന്നാണ് സൂചന. മൊഴികളിൽ വൈരുദ്ധ്യവും ഉണ്ട്. വീണയെ കുറ്റപ്പെടുത്താതെയാണ് പലരും മൊഴി നൽകാൻ ശ്രമിക്കുന്നത്. അതിനിടെ കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ 2010 മുതലുള്ള ആദായ നികുതി രേഖകൾ SFIO ശേഖരിച്ചു. കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ 14 കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇന്റരീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ 14 കോടി ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്ന് CMRL വ്യക്തമാക്കേണ്ടി വരും. ഇതും മാസപ്പടിയായിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത്. അതിവേഗം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അരുൺ പ്രസാദിന്റെ തീരുമാനം. അതിനുശേഷം CBI അന്വേഷണം ശുപാർശ ചെയ്യാനാണ് സാധ്യത. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് SFIO അന്വേഷണം. ISB രേഖകളുടെ പുറത്തേക്കും SFIO അന്വേഷണം നീളും. അതിനിടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നടത്തിയ KSIDCക്കും പങ്കുണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് KMLLന് അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ്. ഇതിനായി KSIDC ഇടപെട്ടുവെന്നാണ് ആക്ഷേപം. ഇതും SFIO പരിശോധിക്കും. രാജ്യാന്തര തലത്തിൽ 30,600 രൂപ വിലയുള്ളിടത്ത് KMLLന് മണൽ ഖനനത്തിന് 464 രൂപയ്ക്കാണ് അനുമതി നൽകിയതെന്നും ഷോൺ ആരോപിച്ചു. KSIDCയിൽ നിന്ന് 2003, 2014, 2018 വർഷങ്ങളിൽ വിരമിച്ച 3 ഉദ്യോഗസ്ഥർ കൂളിംഗ് പീരീഡ് പാലിക്കാതെ CMRLന്റെ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു. അതിനിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന CMRL കമ്പനിയിൽ നിന്ന് സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് സിന്തറ്റിക് റൂട്ടൽ വാങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി P രാജീവ് സമ്മതിക്കുകയും ചെയ്തു. CMRLൽ നിന്ന് KMML സിന്തറ്റിക് റൂട്ടൽ വാങ്ങുന്നുണ്ടോ എന്ന് കഴിഞ്ഞ 30-ന് CR മഹേഷിന്റെ ചോദ്യത്തിന് വാങ്ങുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ ഫെബ്രുവരി 13-ന് AP അനിൽകുമാർ, റോജി M ജോൺ, ഷാഫി പറമ്പിൽ, ഉമ തോമസ് എന്നിവർക്ക് നൽകിയ ഉത്തരത്തിൽ 2008 മുതൽ 2020 വരെ വാങ്ങിയിരുന്നതായി മന്ത്രി സമ്മതിച്ചു. തോട്ടപ്പള്ളിയിൽ നിന്ന് വാരിയ ധാതുമണൽ ഇന്ത്യൻ റെയിൽ എർത്ത് CMRLന് നൽകിയിരുന്നുവെന്നും CMRL സിന്തറ്റിക് റൂട്ടൽ പൊതുമേഖലാ സ്ഥാപനമായ KMMLന് നൽകിയിരുന്നുവെന്നും GST E-way ബില്ലുകളിലും വ്യക്തമായിരുന്നു. തീരമേഖലയിലെ ധാതുമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽ എർത്ത്സിനും KMMLനും മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുൻനിർത്തി CMRL ധാതുമണൽ സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇവരുടെ ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടൽ പൊതുമേഖലാ സ്ഥാപനമായ KMMLന് വർഷങ്ങളോളം വിൽപ്പന നടത്തിയിരുന്നുവെന്നുമാണ് വ്യക്തമാകുന്നത്. 135 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയെന്നാണ് ആദായ നികുതി ബോർഡിന് മുൻപിൽ CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. 2008 കാലത്തെ ഈ പിൻവാതിൽ ഇടപാടിന് കുട പിടിക്കാനാണ് പണം ഒഴുക്കിയത് എന്നതിന്റെ സൂചനയാണ് പുറത്തുവരുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.